ഈ സ്ത്രീകളെ സൂക്ഷിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ മുഖം മറക്കാതെ ഓർത്തു വെക്കുക. കാരണം വേണമെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളെ നോക്കാം, വേലയ്ക്ക് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ വന്നിരിക്കും. പക്ഷെ നിങ്ങൾ അറിയണം ഇവരാരെന്ന്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ഒരു കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിച്ച് അതിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കുഞ്ഞിനെ ഉപദ്രവിച്ച 3 ആയമാരാണിവർ. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിനാലാണ് ആ കുഞ്ഞിനെ അവിടെ ആക്കിയിരുന്നത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ്. എന്തിനാണിവർ ഉപദ്രവിച്ചതെന്നല്ലേ? കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന ഒരു കാരണമാണ് ഇവർ പറഞ്ഞത്. ഏതൊരു മനുഷ്യനും അറിയാം, കുഞ്ഞുങ്ങളാകുമ്പോൾ എല്ലാവരും ചാടി എണീറ്റ് പുറത്തു പോയി ബാത്റൂമിൽ പോയി അല്ല മൂത്രം ഒഴിക്കുന്നതെന്നും. കിടക്കയിൽ മൂത്രമൊഴിച്ച് പിന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് വലുതാകുമ്പോഴേ ഈ ശീലമൊക്കെ മാറുമുള്ളൂ എന്ന്. പക്ഷേ എന്തൊരു സ്ത്രീകളാണിവർ! അതിലും വലിയ വിരോധാഭാസം എന്തെന്നാൽ, ഒരിക്കൽ ഇവർ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിന് ഇവരെ സസ്പെൻഡ് ചെയ്തതാണ്. എന്നാൽ ഇവർ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് എന്നതിൻ്റെ രാഷ്ട്രീയ ലാഭം മുതലെടുത്ത് ഇവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും കുഞ്ഞുങ്ങളെ ഉപദ്രവം തുടർന്നു വരികയും ചെയ്യുകയായിരുന്നു. ഇവർ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കാണാൻ വരുമ്പോൾ കാണാൻ സാധ്യതയില്ലാത്ത ഭാഗങ്ങളിലാണ് ഉപദ്രവിക്കുന്നത്. കാൽവെള്ളയിൽ, ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ, അങ്ങനെയുള്ള തുടയിൽ, അങ്ങനെയൊക്കെയാണ് ഇവർ ഉപദ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ മുഖങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. എവിടെയെങ്കിലും വെച്ച് ആരുടെയെങ്കിലും വീട്ടു ജോലിക്കോ എന്തിനെങ്കിലും ഇവർ ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെയുള്ള സ്ത്രീകളുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങൾ പുറത്തു പോവുകയോ ജോലിക്ക് പോവുകയോ ചെയ്യരുത്. ദയവേത് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ ഏൽപ്പിക്കുക.